ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി സത്സ്വഭാവിയാണ്, നല്ല കഠിനാധ്വാനിയാണ്, തൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് ജീവിക്കുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു വക്കീലിൻ്റെ കൂടെ അക്കൗണ്ടൻ്റായിട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ ശേഷം വരുമ്പോൾ ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് അയാൾ വക്കീലിന് ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻറ്റിന് ജോലിക്കായിട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും, എനിക്ക് ആവശ്യമില്ല, എൻ്റെ അടുത്ത് സത്യസന്ധനായിട്ടുള്ള നല്ലൊരു അക്കൗണ്ടൻ്റ് ഉണ്ട്, അയാളെ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും, അയാൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി സാലറി തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ജോലി ചെയ്യാമെന്ന് പറയും. അപ്പോഴും ആ വക്കീൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ല, എനിക്ക് എൻ്റെ അക്കൗണ്ടൻറ്റിനെ മാത്രം മതി, എനിക്ക് അവനിൽ അത്രയും വിശ്വാസമാണ്, അവൻ്റെ ജോലിയിലും വിശ്വാസമാണ്, ഞാൻ സംതൃപ്തനാണ്, എനിക്ക് വേറെ ഒരാൾ ആവശ്യമില്ല എന്ന് പറയും. ഒന്നുകൂടെ പറയും, നിങ്ങൾക്ക് ആ കുറഞ്ഞ പൈസ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാം, മാർക്കറ്റിൽ നിന്ന് പോയി പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാം, മറ്റ് എക്സ്ട്രാ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്, എനിക്കൊരു ജോലി അത്രയും അത്യാവശ്യമാണെന്ന് പറയും. അപ്പോഴും ഈ വക്കീൽ പറയുകയാണ്, ഇല്ല, എനിക്ക് എൻ്റെ അക്കൗണ്ടൻറ്റിൽ അത്രയും വിശ്വാസമാണ്, അവൻ അത്രയും നല്ലവനാണ്, അവനെ ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കില്ല, അവൻ്റെ ജോലിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണെന്ന് പറയുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ പബ്ലിക് ബൂത്തിൻ്റെ നടത്തുന്ന ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയും, ഇത്രയ്ക്കധികം ജോലിക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അയാൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി സാലറി എന്നല്ലേ നീ പറഞ്ഞ്, പകുതി സാലറിക്ക് നീ ഇവിടെ വർക്ക് ചെയ്തോ, ബാക്കിയൊന്നും ചെയ്യണ്ട, പക്ഷേ ആ അക്കൗണ്ടിന് എനിക്ക് ആവശ്യമുണ്ട്, ഞാനൊരു ജോലി തരട്ടെ എന്ന് പറയും. അപ്പോൾ അയാൾ, എനിക്ക് ജോലിക്ക് ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ നീ എന്താ ഈ പറയുന്നത്, ഇപ്പം തന്നെയല്ലേ നീ ഒരു ഫോൺ ചെയ്തിട്ട് നിനക്ക് ജോലിക്ക് വേണ്ടി ഇത്ര നീ യാചിക്കുന്നുണ്ടായിരുന്നത്, എന്നിട്ട് ഇപ്പോൾ ഒരു ജോലി തരാമെന്ന് പറയുമ്പോൾ എന്താ അവഗണിക്കുകയാണോ, നീ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണ്. അവർ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്ന അതേ സ്ഥാപനത്തിലെ വക്കീലിനോടാണ് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചത്. എനിക്ക് എന്നെക്കുറിച്ച് അറിയണമായിരുന്നു, എൻ്റെ കർമ്മത്തിൽ പെർഫെക്ഷൻ ഉണ്ടോ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, എൻ്റെ കർമ്മത്തിനോട് സംതൃപ്തിയുണ്ടോ എന്നെനിക്ക് അറിയണമായിരുന്നു, എനിക്ക് എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അറിയണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്തത് എന്ന്. വാസ്തവത്തിൽ നമ്മളും മത്സരിക്കേണ്ടത് മറ്റൊരാളോടല്ല, നമ്മളോട് തന്നെയാണ്. എന്നെയാണ് ഞാൻ നോക്കേണ്ടത്, എൻ്റെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഹാപ്പി ആവുന്നുണ്ടോ, എൻ്റെ കർമ്മം കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, എൻ്റെ കർമ്മം കൊണ്ട് എൻ്റെ ജീവിതം സഫലമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം നമ്മളെ തന്നെയാണ് പരിശോധിക്കേണ്ടത്, നമ്മളോടാണ് മത്സരിക്കേണ്ടത്. അതേസമയം മത്സരബുദ്ധി മറ്റു വ്യക്തികളോടാവുമ്പോൾ, മറ്റു സാഹചര്യങ്ങളോടാവുമ്പോൾ ആ മത്സരം നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമാവും. അതേസമയം ഇത്തരത്തിൽ നമ്മളോട് മത്സരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മൾ ഹൈറ്റ്സിലേക്ക് പോവുകയും ചെയ്യും. ഏതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം അത് നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മത്സരിക്കേണ്ടത് മറ്റാരോടുമല്ല, നമ്മളോട് തന്നെയാണ്. ഈ മത്സരമാണ് യഥാർത്ഥമായിരിക്കുന്ന ആരോഗ്യകരമായ മത്സരം. അതുകൊണ്ട് അവനവനോട് മത്സരിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഉയർച്ചയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.